ഹലോ എവരി വൺ, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് അവർ ചാനൽ. നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം സംസ്ഥാനം രൂപീകരിക്കുന്ന 1956 വരെയുള്ള തിരുക്കൊച്ചി രൂപീകരണവും യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കാണാത്തവർ ഓടിപ്പോയി അത് കണ്ടിട്ട് ഇത് വന്ന് കാണാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിള്ളേരെ. അതുകൊണ്ട് എന്തായാലും ഒരു ഓർഡറിൽ കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ഒരു വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിച്ച് പഠിക്കാവുന്ന ആൾക്കാരായാലും നോട്ട്സ് എഴുതുന്ന ആൾക്കാരായാലും നിങ്ങൾ ജോലിയുടെ ഇടയിൽക്കൂടെ ഇതൊക്കെ കണ്ട് കേട്ട് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ എങ്ങനെ പഠിക്കുന്നവരായാലും ഒരു ഓർഡറിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ തുടങ്ങാം. കേരളം 1956 ശേഷം 1956 വരെ നടന്ന കാര്യം നമ്മൾ പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ. ഇനി ഈ ക്ലാസ്സിൽ എന്താ പഠിക്കണേ? കേരളം 1956 ശേഷം എന്ത് സംഭവിച്ചു, പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അതല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അതായത് കേരള ചരിത്രത്തിൽ വന്നിട്ട് പ്രധാനപ്പെട്ട ഇവൻറ്റുകളെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും, അപ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ. ഇവിടെ നമ്മൾ മെയിനായിട്ട് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടതല്ല എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, കേരളത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയണ്ടേ? ഇന്ത്യയുടെ രാഷ്ട്രീയ പണിശാല എന്ന് പറയുന്ന സ്ഥലം ഏതാ? കേരളമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പണിശാല, ഈ കോട്ട് ഇത് പഠിച്ചോ. ഇന്ത്യയുടെ രാഷ്ട്രീയ പണിശാല നമ്മൾ പറയും UP ആണെന്ന് വിചാരിക്കും നമുക്ക് ഇന്നാലോചിക്കുമ്പോൾ. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ പണിശാല കേരളമാണെന്ന് എന്താ വിളിക്കാൻ കാരണം? നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 അങ്ങനെ അംഗീകരിച്ചുല്ലോ, നിലവിൽ വന്നുല്ലോ, എൻഫോഴ്സ് ചെയ്യപ്പെട്ടു. അതിലെ ചില ആർട്ടിക്കിൾസ് ആദ്യമായിട്ട് ഉപയോഗപ്പെട്ടത് എവിടെയാണ്? കേരളത്തിലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ, അതായത് ഈ ആക്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇത് പ്രയോഗിക്കപ്പെട്ടതൊക്കെ എവിടെയാണ്? കേരളത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ പണിശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ആദ്യത്തെ നിയമസഭ 1957 ഏപ്രിൽ 1 മനുഷ്യനെ ഹട്ടാക്കാനല്ലേ? ഏപ്രിൽ 1 എന്താ? ഏപ്രിൽ ഫൂൾ അല്ലേ? അപ്പോൾ 1957 ഏപ്രിൽ 1 ആദ്യത്തെ നിയമസഭ വന്നത്. ഇനി ആദ്യത്തെ മന്ത്രിസഭ എന്നാ? അതിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ 1957 ഏപ്രിൽ 5. ഓക്കെ, 1957 ഏപ്രിൽ 1 എന്ത് വന്നു? ആദ്യ നിയമസഭ വന്നു. ആദ്യത്തെ മന്ത്രിസഭ 1957 ഏപ്രിൽ 5 വരുന്നത്. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം എന്നാ നടക്കണേ? ഏപ്രിൽ 5 ഇങ്ങോട്ട് നടന്നോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏപ്രിൽ 1 നടന്നോ? രൂപീകരിച്ചു, പക്ഷേ 1957 ഏപ്രിൽ 27 ആ മാസം തന്നെ അവസാനമായപ്പോൾ ഏപ്രിൽ 27 നടക്കുന്നു. 1957 എന്താ നടന്നേ? ഒന്നാം കേരള നിയമസഭ. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ സ്ക്രീൻ നോക്കി പഠിക്കുന്ന എല്ലാവരും പോയിന്റുകൾ ഒരു 3 വട്ടെങ്കിലും പറയാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ ഞാനൊരു 3 വട്ടമൊക്കെ ആവർത്തിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടെ പറയാം, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് 3 പ്രാവശ്യം വളരെ കാര്യമായിട്ടൊന്ന് വായിക്കുക. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് സ്പീഡ് കൂടി പോകുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയിട്ട് സെറ്റിങ്സിൽ സ്പീഡ് കുറച്ചോ കൂട്ടിയോ ഒക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താ? ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ. ഇന്ത്യയിലെ ആകെ INC കൈയാളുന്ന സമയമാണത് അല്ലേ? എല്ലായിടത്തും INCക്കാണ് ഒരു ഭൂരിപക്ഷം ഉള്ളത്. പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്താണ്? കോൺഗ്രസ് ഇതര ഒരു മന്ത്രിസഭയാണ് ഇവിടെ രൂപീകരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭയാണ് വരുന്നത്. നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5. ഓക്കെ, മന്ത്രിസഭ കണ്ടോ? 1957 ഏപ്രിൽ 5. ആദ്യത്തെ CM മുഖ്യമന്ത്രി ആരാണ്? ചീഫ് മിനിസ്റ്റർ EMS നമ്പൂതിരിപ്പാട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി മെയിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്തതൊക്കെ ആരാണെന്ന് നമുക്ക് നോക്കാം. ധനകാര്യ ആരായിരുന്നു? C. അച്യുതമേനോൻ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കുമല്ലോ ധനകാര്യം. C. അച്യുതമേനോൻ. ച്യുതിയില്ലാത്തത് എന്നല്ലേ അച്യുതമേനോൻ. അപ്പം നമ്മുടെ ഈ ധനത്തിനൊരു ച്യുതിയും ഒരു കുറവും സംഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല ഉയർച്ച ഉണ്ടാവും അല്ലേ? അപ്പോൾ C. അച്യുതമേനോൻ ആയിരുന്നു ആദ്യത്തെ ധനകാര്യമന്ത്രി. അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. തൊഴിൽ, ട്രാൻസ്പോർട്ട് TV തോമസ്. ഓക്കെ, തൊഴിലും ട്രാൻസ്പോർട്ടൊക്കെ ആരുടെ കീഴിലായിരുന്നു? മന്ത്രി ആരായിരുന്നു? TV തോമസ് ആയിരുന്നു. ഭക്ഷ്യം വനം KC ജോർജ്. ഇനി വ്യവസായം KP ഗോപാലൻ. വ്യവസായം ആരാണ് കൈകാര്യം ചെയ്തത്? KP ഗോപാലൻ. ഈ വ്യവസായ മന്ത്രി ആരായിരുന്നു? KP ഗോപാലൻ. ഇനി PWD ഡിപ്പാർട്ട്മെൻറ്റ് TA മജീദ്. ഈ
ഇവരുടെ ഇനീഷ്യലും കൂടി പഠിച്ചോളൂ കേട്ടോ. ഈ നമ്മുടെ PSCക്ക് ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്, ഒരേപോലത്തെ പേരുകൾ ഈ ഇനീഷ്യൽ മാത്രം അങ്ങോട്ട് മാറ്റി കൊടുക്കും. ആദ്യത്തെ മന്ത്രിസഭയുടെ PWD വകുപ്പ് കൈകാര്യം ചെയ്തത് TA മജീദ്, PA മജീദ്, CA മജീദ് ഇങ്ങനെയോട് കൊടുക്കും. അതുകൊണ്ട് തന്നെ TA മജീദ് എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് ആദ്യമേ പഠിച്ചു വെച്ചാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ധനകാര്യം ആരായിരുന്നു? C അച്യുതമേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് TV മേനോൻ. ഭക്ഷ്യം വനം KC ജോർജ്. വ്യവസായം KP ഗോപാലൻ. PWD TA മജീദ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം പതുക്കെ. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്? തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ. തദ്ദേശ ഭരണം PA ചാത്തൻ മാസ്റ്റർ. അദ്ദേഹം KPMS സ്ഥാപകനാണ്. PK ചാത്തൻ മാസ്റ്റർ KPMS സ്ഥാപകൻ. ഇനി വിദ്യാഭ്യാസം സഹകരണം പ്രത്യേകിച്ച് പഠിച്ചു വയ്ക്കുക, ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണ എഴുത്തുകാരനാണ്. ജോസഫ് മുണ്ടശ്ശേരി നമ്മുടെ ആദ്യത്തെ മലയാളം ബൈബിളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണക്കാരനാണ് ജോസഫ് മുണ്ടശ്ശേരി. വിദ്യാഭ്യാസം സഹകരണമൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളായിരുന്നു. ഇനി വിമോചന സമരം ഒന്നാം മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായി. അതിന് പ്രധാനപ്പെട്ട ഒരാളാണ് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ. റവന്യൂ കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയാണ്. അന്ന് മുതൽ ഈ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരുണ്ട് അല്ലേ നമ്മുടെ മന്ത്രിസഭയിൽ. അവരുടെ ഒരു സാന്നിധ്യമുണ്ട്. ആ ഗൗരിയമ്മേനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. റവന്യൂ മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. ആരായിരുന്നു? നിയമം VR കൃഷ്ണയ്യരെ നമുക്കറിയാം. മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിയാണ് ആൾ. മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ VR കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി എന്നീ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഒന്നാം മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? VR കൃഷ്ണയ്യർ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അതുപോലെ മന്ത്രിയായി പരിചയമുണ്ടായ വ്യക്തി. അപ്പോൾ VR കൃഷ്ണയ്യർ ഓൾറെഡി ആരായിരുന്നു? മന്ത്രിയായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആഭ്യന്തരം ആർക്ക് കൊടുക്കുന്നുണ്ട്? VR കൃഷ്ണയ്യർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആർക്ക് കൊടുക്കുന്നുണ്ട്? ധനമന്ത്രിയായിട്ടുള്ള C അച്യുതമേനോനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ച് മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയാണ്. പിന്നീട് അത് VR കൃഷ്ണയ്യർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് നിയമം വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന VR കൃഷ്ണയ്യർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ്? VR കൃഷ്ണയ്യർ ധനമന്ത്രിയായിട്ടുള്ള C അച്യുതമേനോനും അത് കൈമാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് ഒന്നും കൂടി നമുക്കൊന്ന് വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഞാനിത് രണ്ടാമത് മൂന്നാമത് നാലാമതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് ഇങ്ങനെ കൂടി നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും 1 മണിക്കൂർ കാണണമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓക്കെ, ആദ്യ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര ഉണ്ട്? 14 നമ്മൾ ഓർത്തിരിക്കുക. 14 ജില്ലകളാണല്ലോ. നമുക്ക് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് വെറും 5 ജില്ലകളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര ഉണ്ടായിരുന്നു? 14 ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ 14 ജില്ലയില്ല, അത് ഓർത്തോളൂ. ആദ്യ നിയമസഭയിലെ അംഗങ്ങൾ 127 പേരുണ്ടായിരുന്നു. 126 + 1 ഒരു നോമിനേറ്റഡ് അംഗമാണ്. ഗവർണറുടെ നോമിനേറ്റഡ് അംഗം ഉണ്ടായിരുന്നു. 1957 നമ്മൾ ഈ നിയമസഭ ഉണ്ടാക്കിയപ്പോൾ എന്ന നിലയിൽ വന്ന 1957 ഏപ്രിൽ 1 127 അംഗങ്ങളുണ്ടായി. അതിനകത്ത് 126 പേരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒരു നോമിനേറ്റഡ് അംഗമായിരുന്നു. 12 മണ്ഡലങ്ങളിൽ നിന്ന്, അതായത് 14 മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് 126 പേരുണ്ടാവണമെന്ന് നമുക്കൊന്ന് ആലോചിക്കണമല്ലോ. 12 മണ്ഡലങ്ങളിൽ നിന്ന് 2 വീതം ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത്തിരി ഇല്ലാത്തെന്നല്ല, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് M ഉമേഷ് റാവു. ഓക്കെ, 12 മണ്ഡലങ്ങളിൽ നിന്ന് 2 അംഗങ്ങൾ വീതം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് M ഉമേഷ് റാവു. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതായിരുന്നു? മഞ്ചേശ്വരം. ഓക്കെ, വനിതകളുടെ എണ്ണം എത്രയായിരുന്നു? 6. ആദ്യത്തെ നിയമസഭയിലെ വനിതകളുടെ എണ്ണം 6. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിൽ 356 ആർട്ടിക്കിൾ. നമുക്കെല്ലാവർക്കും അറിയാം വിമോചന സമരം 1959 വിമോചന സമരം മൂലം ഈ EMS മന്ത്രിസഭ നമ്മുടെ ഗവർണർ പിരിച്ചുവിടുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം വരാം. അത് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ്? 1956 ആർട്ടിക്കിൾ 356. 1959 പിരിച്ചുവിടുന്നത്. എന്നാൽ 356 ആർട്ടിക്കിൾ പ്രകാരം 356, ഞാൻ വീണ്ടും പറയാണ്, 356 ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യയിൽ ആരാണ്
നമ്മുടെ കേരളത്തിലെ നിയമസഭ മന്ത്രിസഭേനെയൊക്കെ പിരിച്ചുവിടാനായിട്ട് കാരണമായത്. ഓക്കെ, ആ കാരണം എന്താണെന്നാണ് പിരിച്ചുവിടാൻ നിയമമൂലം സാധിച്ചത് 356 ആർട്ടിക്കിൾ പ്രകാരമാണ്. അതിന് കാരണം 1959 വിമോചന സമരമാണ്. പുറത്താക്കപ്പെട്ട മന്ത്രിസഭ EMS മന്ത്രിസഭയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ വിമോചന സമരം എന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു ഇത് പിരിച്ചുവിടാനായിട്ടുള്ള കാരണം, മന്ത്രിസഭ നിയമസഭയൊക്കെ പിരിച്ചുവിടാനുള്ള കാരണം. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. എന്തായിരിക്കും അതിന് കാരണം? വിദ്യാഭ്യാസ ബില്ലും ഭൂപരിഷ്കരണ ബില്ലുമാണ് അതിന് മെയിനായിട്ടുള്ള കാരണം. അതായത് അന്ന് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? നമ്മൾ പറഞ്ഞ പോലെ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നത് ഗൗരി അമ്മയാണ്, റവന്യൂ മന്ത്രിയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന ഈ ബില്ലിനോട് കുറേ എതിർപ്പുകൾ വന്നു സമൂഹത്തിൽ. അതിന് ശേഷമാണ് വിമോചന സമരം. ആരുടെ നേതൃത്വത്തിലാണ് വന്നേ? മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഓർത്തിരിക്കുക, വിമോചന സമരത്തിൻ്റെ നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഇനി വിമോചന സമരം എന്ന വാക്കിൻ്റെ നടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സമരം, അതിന് വിമോചന സമരം എന്ന ആ ഒരു വാക്ക് കൊടുത്തു, ആ ഒരു പേര് കൊടുത്തു. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ആരാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ? രണ്ട് രീതിയിൽ നമുക്ക് ആളെ ഓർത്തിരിക്കുക അല്ലേ. 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ തന്നെ തിരുകൊച്ചിയുടെ അവസാനത്തെ CM കൂടി ആയിരുന്നു ആര്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡുകളിൽ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ ഒരു വിമോചന സമരത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്, ക്രിസ്റ്റഫേഴ്സ്. നമ്മളിത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്റ്റഫേഴ്സ് എന്ന് പറയുന്നൊരു പേര് വിമോചന സമരമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇത് കണക്ട് ചെയ്യപ്പെടില്ല. ക്രിസ്റ്റഫേഴ്സ്. ഓക്കെ, നടത്തിപ്പിനായിട്ട് വിമോചന സമരത്തിൻ്റെ നടത്തിപ്പിനായിട്ട് ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ക്രിസ്റ്റഫേഴ്സ്. ഓക്കെ, 1959 ജൂലൈ 31 കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 356 ആർട്ടിക്കിൾ. നമുക്കറിയാം, ഈ അടിയന്തരാവസ്ഥ, പിരിച്ചുവിടൽ, ഇതൊക്കെ 300 തുടങ്ങുന്ന ആർട്ടിക്കിളുകളാണ് ഉള്ളത്. അതങ്ങനെ ഓർത്തിരിക്കാം. ഇനി ഈ ഒരു 356 എന്നുള്ളത് എങ്ങനെ ഓർത്തിരിക്കും? നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956 അങ്ങനെ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് വന്നൊരു മന്ത്രിസഭേനെ പിരിച്ചുവിടുന്നത് 356 ആർട്ടിക്കിൾ പ്രകാരമാണ്. ഏതായിരുന്നു രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. ഗവർണർ രാമകൃഷ്ണ റാവു. ഈ രാമകൃഷ്ണ റാവു ആണ് രാജേന്ദ്ര പ്രസാദിനോട് റെക്കമെൻഡ് ചെയ്തത്. ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ നിയമസഭയെ പിരിച്ചുവിടാനും ശുപാർശ ചെയ്യണം ഈ ആർട്ടിക്കിൾ പ്രകാരം എന്ന് പറഞ്ഞാണ് രാമകൃഷ്ണ റാവു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡന്റിൻ്റെ ഭരണത്തിന് കീഴേ വന്നതും ഏത് സംസ്ഥാനം തന്നെയാണ്? കേരള സംസ്ഥാനം ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. കേരളത്തിൽ ഇതുവരെ എത്ര നിയമസഭകൾ ഉണ്ടായിട്ടുണ്ട്? 15 നിയമസഭകൾ, 16 തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. നിയമസഭയിലേക്കുള്ള 16 തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, എന്നാൽ 15 ഉണ്ടായിട്ടുള്ളൂ. 1921 15ാം നിയമസഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1921 15ാം നിയമസഭയാണ് നടക്കുന്നത്. 1921 16ാമത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ എന്താ കുഴപ്പം? 3ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടുള്ള 1965 തെരഞ്ഞെടുപ്പ് ഫലത്തിലെത്തിയില്ല. അതായത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. അപ്പോൾ അവിടെ നിയമസഭ രൂപീകരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ 15 നിയമസഭയെ ഉണ്ടായിട്ടുള്ളൂ. 16 ഇലക്ഷൻ ഉണ്ടായിരുന്നു എങ്കിലും 1965 എന്തില്ല, ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവാത്തതുകൊണ്ട് ഒരു നിയമസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഇത്രയധികം CMമാരുണ്ട്. അതായത് നമ്മൾ 50-60 വർഷമൊക്കെ കഴിഞ്ഞു സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം. എങ്കിലും കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാർ വെറും 6 പേരേ ഉള്ളൂ. ആരൊക്കെയാണത്? C അച്യുതമേനോൻ, K കരുണാകരൻ. ഇവരെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. K നായനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ. അപ്പോൾ അവസാനമായപ്പോഴേക്ക് കുറച്ചും കൂടി സ്റ്റേബിളായില്ലേ. ആദ്യത്തെ മന്ത്രിസഭകളാണ് തീരെ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ നിയമസഭകളൊന്നും അല്ലെങ്കിൽ മന്ത്രിസഭകളൊന്നും തീരെ എന്ത് ചെയ്തില്ല, സ്റ്റേബിളായിരുന്നില്ല. അവരൊക്കെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തു, പിരിച്ചുവിടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാലാവധി പൂർത്തിയാക്കിയ CM ആരായിരുന്നു? C അച്യുതമേനോൻ. ആരായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിലെ
ഏത് വകുപ്പായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തത്? സി അച്യുതമേനോൻ. ഒന്ന് ഓർത്തെടുത്ത് കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. സി അച്യുതമേനോൻ. കെ കരുണാകരൻ വരുന്നുണ്ട്, ഇ കെ നായനാർ, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ. ഒന്ന് പോസ് ചെയ്ത് പലവട്ടം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ഇത് നോക്കിക്കോട്ടോ, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും കൂടുതൽ തവണ CM മുഖ്യമന്ത്രിയായിട്ടുള്ളത് കെ കരുണാകരനാണ്. 4 തവണ അദ്ദേഹം CM ആയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു എന്നർത്ഥമില്ല. ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം മന്ത്രിസഭയുടെ തലവനായി മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതാണ് കെ കരുണാകരൻ, 4 തവണ. ഇനി ഏറ്റവും കൂടുതൽ കാലം CM, അതായത് ഏറ്റവും കൂടുതൽ ദിവസം CM ആയിട്ടിരുന്നത് ഇ കെ നായനാറാണ്. ഓക്കെ, 4009 ദിവസം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ആയിരുന്ന ആളാണ് സി അച്യുതമേനോൻ. 2364. അതായത് ഇ കെ നായനാർ തുടർച്ചയായിട്ടല്ലായിരുന്നേ, എന്നാൽ തുടർച്ചയായിട്ട്, അതായത് കുറേ വർഷങ്ങൾ തുടർച്ചയായിട്ട് സി അച്യുതമേനോൻ ഇരുന്നിട്ടുണ്ട്, 2364 ദിവസം. ഇനി ഏറ്റവും കുറച്ച് കാലം ഇരുന്നതോ CH മുഹമ്മദ് കോയ, വെറും 54 ദിവസമാണ് അദ്ദേഹം CM ആയിട്ട് ഇരുന്നത്. ഒറ്റ തവണ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്കായി നേതൃത്വം നൽകിയ CM കെ കരുണാകരൻ. ഇവിടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒറ്റ തവണ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് കെ കരുണാകരനാണ്, 31 ദിവസം. ഓക്കെ, ഏറ്റവും പ്രായം കൂടിയ CM ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ. 83-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? CM ആയത്. ഏറ്റവും കുറഞ്ഞ ആൾ എ കെ ആൻ്റണി ആയിരുന്നു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രി ആയത് എ കെ ആൻ്റണിയാണ്. വെറും 37 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയി. അപ്പോൾ ഒന്നും കൂടിയും വായിക്കുക, കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്തത് നോക്കിക്കൊള്ളട്ടെ. ഇതാണ് നമ്മുടെ CMമാരുടെ ഒരു ഓർഡർ. ഞാനിത് വായിക്കണമെന്നില്ല, നിങ്ങളിതൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും. നമ്മളിതിനകത്ത് ഇപ്പോൾ കെ കരുണാകരനൊക്കെ ഒരുപാട് പ്രാവശ്യം വരുന്നവരുണ്ട്. അവരെ എന്താ പറയുക, അത്രയും വട്ടം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ഒരു വട്ടം അവരെ പറ്റി നോക്കുള്ളൂ. പക്ഷേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, അത് എത്രാമത്തെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. EMS ആണ് ആദ്യത്തെ. രണ്ടാമത്തെ പട്ടംതാണപ്പിള്ള. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പട്ടംതാണപ്പിള്ള ആരായിരുന്നു? പട്ടംതാണപ്പിള്ള തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി ആയിരുന്നു. R ശങ്കർ ഉണ്ട്. അതുപോലെ R ശങ്കർ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആയിരുന്നു. അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നീട് നോക്കി 4ാമത് പിന്നെയും EMS മന്ത്രിസഭ രൂപീകരിക്കുന്നുണ്ട്. സി അച്യുതമേനോൻ. ആരായിരുന്നു സി അച്യുതമേനോൻ? സി അച്യുതമേനോനാണ് ആദ്യത്തെ കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി. സി അച്യുതമേനോൻ 2 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ കെ കരുണാകരൻ, എ കെ ആൻ്റണി, പി കെ വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ ആരായിരുന്നു? ഏറ്റവും കുറവ് ദൈർഘ്യമുള്ള മന്ത്രിസഭ രൂപീകരിച്ചതിന് അതിന് നേതൃത്വം നൽകിയ ആൾ. അതുപോലെ തന്നെ എ കെ ആൻ്റണി ഏറ്റവും ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ ആൾ. ഇ കെ നായനാർ ഏറ്റവും കൂടുതൽ ദൈർഘ്യം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ. അതുപോലെ തന്നെ കെ കരുണാകരൻ ആരായിരുന്നു? ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. പിന്നെയാണ് കെ കരുണാകരൻ, ഇ കെ നായനാർ, കെ കരുണാകരൻ, എ കെ ആൻ്റണി, ഇ കെ നായനാർ, എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ. ഓക്കെ, പിണറായി വിജയൻ സ്റ്റിൽ കണ്ടിന്യൂയിങ്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ വായിക്കില്ല, നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുകയെ. ഇനി EMS നമ്പൂതിരി കുറച്ച് പേരെ, ആദ്യത്തെ ഒരു 4 പേരെ നമ്മളിപ്പോൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് 2-ലായിരിക്കും നമ്മൾ ഇത് പഠിക്കേണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂറിലൊക്കെ ഒരു ലെക്ചർ നീണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആളുകൾക്ക് അത്ര അത്യാവശ്യം വേണം, അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും പഠിക്കാൻ ഉത്സാഹം വേണം, അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ ടയേർഡാവും. നമുക്ക് ഒരുപാട് ഡാറ്റ തലയിൽ ഒറ്റയടിക്ക് ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റത്തെ കേരള CM ആണ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം EMS നമ്പൂതിരിപ്പാട്. ഫസ്റ്റത്തെ മാത്രമല്ല, 4ാമത്തെയും എന്താണ് മന്ത്രിസഭയുടെ തലവനാണ്. ആര്? 4ാമത്തെയും മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. അതായത് 1957 മുതൽ 59 വരെ. 59-ൽ എന്താ സംഭവിക്കണേ? വിമോചന സമരം നടന്നിട്ട് അദ്ദേഹത്തിനെ മന്ത്രിസഭനെ പുറത്താക്കുന്നുണ്ട്, പിരിച്ചുവിടുന്നുണ്ട്. പിരിച്ചുവിടുകയാണ്. പുറത്താക്കപ്പെടുന്നത് വേറൊരാളാണ്, പിരിച്ചുവിടുന്നതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭേനെ. ഓക്കെ, 1967 മുതൽ 69 വരെയും ആരാണ്? അപ്പോൾ 9 കണ്ടോ, 59-ഉം 69-ഉം
57, 67. ഓക്കെ, ഓർത്തിരിക്കുക. ഏഷ്യയിൽ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. അതായത് ഒരു ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ഷൻ ഫോർമലായിട്ട് നടക്കുന്ന, യൂണിവേഴ്സലായിട്ട് നടക്കുന്ന ഒരു ബാലറ്റ് പേപ്പറിലൂടെ ചെയ്ത ഒരു ഇലക്ഷൻ വഴിയായിട്ട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിക്കിൾ 356 പ്രകാരം ഭരണം നഷ്ടപ്പെട്ട മന്ത്രിസഭയുടെ തലവൻ ആരാണ്? EMS നമ്പൂതിരിപ്പാട്. നമ്മൾ വിമോചന സമരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് പഠിച്ചു. ഇനി 1962 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, CPM എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ കുറേ ഡിവിഷൻ ഉണ്ടല്ലോ, അതിലില്ലാതെ അങ്ങനെയൊക്കെ വിഭജിക്കുന്നതിന് മുമ്പായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഓക്കെ, സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഫസ്റ്റത്തെ അധ്യക്ഷൻ. അപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾക്ക് ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്രത്തിൽ അതിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. സംസ്ഥാനത്ത് ആരാണ്? സംസ്ഥാനത്ത് CM ആണ്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവാം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ CM എന്ന് പറഞ്ഞത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം CM ആയിരുന്നത് EK നായനാറാണ്. ഏറ്റവും കൂടുതൽ തവണയായിരുന്നത് KK കരുണാകരനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി, ഡിസർവിംഗ് ആണ് അല്ലേ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ EMSനെ പറ്റി ഇഷ്ടം പോലെ പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. അതിനകത്ത് ഒരാൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കും, VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്ത ആളെ ഈ രാഷ്ട്രീയമൊക്കെ കളിച്ചിരുന്ന സമയത്ത് അദ്ദേഹം നാടകം കളിക്കാൻ പോയിണ്ടാവും, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പോയിന്റ് കിട്ടുള്ളൂ. ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചിലപ്പോൾ വരിക. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ 2-3 വട്ടമൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് വായിക്കുക, എന്നിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലോട്ട് പോകാം. നോക്കൂ, സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആരാണ്? EMS. കേരള ചരിത്രത്തിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. കേരള ചരിത്രത്തിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭയാണ് ഏത്? EMSൻ്റെ മന്ത്രിസഭ. അതായത് കേരള ചരിത്രത്തിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. കേരള ചരിത്രം ആലോചിക്കണം. അതിനകത്ത് ചോദിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം കേരള സംസ്ഥാനത്തിന് രൂപീകരണത്തിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേരള ചരിത്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി പട്ടം താണപ്പിള്ളയുടെയാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് PSPയുടെ നേതാവ് എന്ന നിലയിൽ തിരുക്കൊച്ചിയിൽ അദ്ദേഹം CM സ്ഥാനം വഹിച്ചിരുന്നു 1954 മുതൽ 1955. ഈ പട്ടം താണപ്പിള്ള അടുത്ത CM ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും കേരള ചരിത്രം എന്ന് മൊത്തത്തിൽ പൊതുവായിട്ട് ചോദിക്കുമ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എന്നോ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം എന്നോ ഒന്നും എടുത്ത് ചോദിക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണപ്പിള്ളയാണ്. കാരണം അദ്ദേഹം PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം CM സ്ഥാനം തിരുക്കൊച്ചിയിൽ വഹിച്ചിരുന്നു 1954 മുതൽ 1955 വരെ. ഓക്കെ, അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് ആലോചിച്ചിരിക്കുക. EMSൻ്റെ കഥാപാത്രമാക്കിയ സിനിമ ഏതാണ്? നെയ്ത്തുകാരൻ. ഒരിടയ്ക്ക് ദൂരദർശനിൽ എല്ലാ നവംബർ 1-നും വരും, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് വരും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് വരുന്ന ഒരു സിനിമയാണിത്, നെയ്ത്തുകാരൻ. ഇതിനകത്ത് ആരാ അഭിനയിച്ചേണേ? ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ കഴിവുള്ള ഒരു നടനാണ് ഈ നെയ്ത്തുകാരനിൽ EMS ആയിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. EMSൻ്റെ കഥാപാത്രമാക്കിയ M മുകുന്ദൻ്റെ ഒരു നോവലുണ്ട്, അതാണ് കേശവൻ്റെ വിലാപങ്ങൾ. ഓർക്കുകയേയില്ല, നമ്മളിങ്ങനെ ചിന്തിക്കുകയില്ല. കേശവൻ്റെ വിലാപങ്ങൾ M മുകുന്ദൻ്റെ നോവലാണെന്ന് ചിലപ്പോൾ ഓർക്കുമായിരിക്കും, പക്ഷെ അത് EMSൻ്റെ കഥാപാത്രമാക്കിയ ഒരു നോവലാണ് എന്ന് ചിന്തിക്കില്ല. കേശവൻ്റെ വിലാപങ്ങൾ. ഇനി EMS രൂപീകരിച്ച കർഷക സംഘടന കേരള കൃഷി വല സംഘം. കേരള കൃഷി വല സംഘം. EMS രൂപീകരിച്ച കർഷക സംഘടന കേരള കൃഷി വല സംഘം. ഓക്കെ, ഫസ്റ്റ് നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്തത് നീലേശ്വരാണ്. ഓക്കെ, അദ്ദേഹം ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യത്തെ നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നീലേശ്വരം. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽ ശാല, തിരുവനന്തപുരത്തുള്ള വിളപ്പിൽ ശാലയിലാണ് EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. ഓക്കെ, കൃതികൾ ഏതൊക്കെയാണ്? കേരളം മലയാളിയുടെ മാതൃഭൂമി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ വേദങ്ങളുടെ നാട്, 1.25 കോടി മലയാളികൾ, ഇത്
ഇഷ്ടംപോലെ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരളം മലയാളിയുടെ മാതൃഭൂമി ആരുടെയാണ്? EMSൻ്റെയാണ്. 1.25 കോടി മലയാളികൾ. ഇതാരുടെയാണ്? ഇത് EMSൻ്റെയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്ത് കേരള സംസ്ഥാനത്തിന് രൂപം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ചേർത്ത് കേരള സംസ്ഥാന ഇത് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് മുന്നേ വന്നിട്ട് ഒരു ബുക്കായിരിക്കുമല്ലോ. അതാണ് ഈ 1.25 കോടി മലയാളികൾ. ഇനി വേദങ്ങളുടെ നാട്, ഗാന്ധിജിയും ഗാന്ധിസവും, കേരളം യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആൻഡ് ടുമാറോ, ബെർലിൻ ഡയറി. ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നില്ലേ? അപ്പോൾ ബെർലിൻ എന്താ, ജർമ്മനിയും ഇതായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അദ്ദേഹം ബെർലിനിലൊക്കെ പോയപ്പോൾ എഴുതിയ സംഭവമാണ് ബെർലിൻ ഡയറി. അതിൻ്റെ ഓർമ്മേനെ പറ്റി ആ എക്സ്പീരിയൻസ്, ബെർലിൻ ഡയറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട EMSുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് അവൈലബിൾ ആണെങ്കിൽ അതിവിടെ തീർച്ചയായിട്ടും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തതാരാ? ഓഫ് കോഴ്സ് രണ്ടാമത്തെ CM ആയിട്ടുള്ള പട്ടം താണുപിള്ള സെക്കൻഡ് CM ആണ്. 1960 മുതൽ 62 വരെ. ഇദ്ദേഹം തിരുക്കൊച്ചിയുടെയും CM ആയിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കേൾക്കാത്തവർ പോയി തീർച്ചയായും കേട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് വരാം. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള. ഈ 19-ാം നൂറ്റാണ്ട് എന്ന് മുതൽ എന്ന് വരെയാണ്? നമുക്ക് 1900 എന്നൊക്കെ കേൾക്കുമ്പോൾ അത് 19-ാം നൂറ്റാണ്ടാന്ന് വിചാരിക്കും. പക്ഷെ അത് 20-ാം നൂറ്റാണ്ടാണ്. 19-ാം നൂറ്റാണ്ട് 1800 മുതൽ 1899 വരെയുള്ളതാണ് നമ്മൾ 19-ാം നൂറ്റാണ്ടെന്ന് പറയാം. 1900 മുതൽ 1999 വരെ 20-ാം നൂറ്റാണ്ടാണ്. അതിനുശേഷം 21-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള CM, അതായത് അദ്ദേഹത്തെ ഏറ്റവും പ്രായമുണ്ട് അദ്ദേഹത്തിന്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള CM ആരാണ്? പട്ടം താണുപിള്ള. ഇദ്ദേഹത്തിൻ്റെ ജനനം 1885 ജൂലൈ 5-നാണ്. ജൂലൈ 15. 1885 ജൂലൈ 15. കേരളത്തിൽ ആദ്യമായി കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി. നേതൃത്വം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി. അപ്പോൾ കേരളത്തിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി EMS ആണ്. എന്നാൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. ആദ്യത്തെ രാജിവെച്ച മുഖ്യമന്ത്രി. അപ്പോൾ ഇദ്ദേഹം രാജിവെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടു, രണ്ടാമത്തെ ആളെന്ത് ചെയ്തു? രാജിവെച്ചു. ആദ്യത്തെ രാജിവെച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. CM ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി. അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശിൻ്റെ ഒക്കെ ഗവർണറായിട്ടുണ്ട് ആര്? പട്ടം താണുപിള്ള. അപ്പോൾ CM ആയ ശേഷം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി ആരാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ടിരുന്നിട്ടുണ്ട് പട്ടം താണുപിള്ള. ഇനി കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇദ്ദേഹം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP കേരള ഘടകത്തിന് രൂപം നൽകി. അങ്ങനെയാണ് ഇദ്ദേഹം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രിയൊക്കെ ആയി മാറുന്നത്. കോൺഗ്രസ് ഇതര എന്നൊക്കെ നമുക്ക് പറയാം. തിരുവിതാംകൂറിൻ്റെ CM ആയിരുന്നു ഇദ്ദേഹം. തിരുക്കൊച്ചിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. തിരുക്കൊച്ചിയുടെ CM ആയിരുന്നു കേട്ടോ. തിരുവിതാംകൂറിൻ്റെയാണ് പ്രൈം മിനിസ്റ്റർ. കേരള മുഖ്യമന്ത്രി എന്നീ പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കേരള ഘടകത്തിന് രൂപം നൽകുന്നത്. പട്ടം താണുപിള്ള 1-ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരത്തു നിന്നാണ്. നമ്മൾ പറഞ്ഞു EMS നീലേശ്വരത്തു നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പട്ടം താണുപിള്ളയുടെ മണ്ഡലം ഏതായിരുന്നു? തിരുവനന്തപുരം ആയിരുന്നു. അടുത്ത ഇതിലേക്ക് പോകാം. നിങ്ങൾ പോസ് ചെയ്ത് കൃത്യമായിട്ട് വിശദമായിട്ട് 3 പ്രാവശ്യമൊക്കെ വായിച്ചു പോണേ. ഞാനതിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി R ശങ്കർ ആലോചിച്ചോളൂ, നോക്കിക്കോളൂ. 3-ാമത്തെ CM ആണ്, 3-ാമത്തെ മുഖ്യമന്ത്രിയാണ് R ശങ്കർ. 1962 മുതൽ 64 വരെ ഫസ്റ്റ് കോൺഗ്രസ് കേരള മുഖ്യമന്ത്രിയാണ്. അതായത് കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി അതാരാണ്? R ശങ്കറാണ്. ഇദ്ദേഹം R ശങ്കർ കോൺഗ്രസിൻ്റെ ആളായിരുന്നെങ്കിലും ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. R ശങ്കർ കോൺഗ്രസിൻ്റെ ആളാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിയാണ്. എങ്കിൽ പോലും EMS മന്ത്രിസഭയിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു R ശങ്കർ. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന
ഒരു ഏതായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ധനകാര്യമാണ്. ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് ഓർമ്മയുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ശേഷം CM ആയ ഏക വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏക വ്യക്തിയല്ല, ആദ്യത്തെ വ്യക്തി. ഓക്കെ, കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയ ശേഷം CM ആയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? R ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. ഓക്കെ, ആദ്യത്തെ ആള് EMS. അദ്ദേഹം വിമോചന സമരത്തിനൊക്കെ തുടർന്ന് എന്ത് ചെയ്യപ്പെട്ടു? മന്ത്രിസഭ പിരിച്ചുവിട്ടു. പട്ടംതാണപ്പിള്ള രാജിവെക്കുക ചെയ്തത്. എന്നാൽ R ശങ്കർ എന്ത് ചെയ്തു? അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണ്? R ശങ്കറാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിയാണ്. ഇനി ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആളാരാണ്? PK കുഞ്ഞായെങ്കിലും വലിയൊരു കാര്യമാണ് ചെയ്തത് അല്ലേ? ഒരു മന്ത്രിസഭേനെ ഞങ്ങൾ പുറത്താക്കാനായിട്ടുള്ള അവിശ്വാസ പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചു. ഓക്കെ, PK കുഞ്ഞ്, ഓർത്തിരിക്കുക, PK കുഞ്ഞ്. അടുത്തത് ആരാണ്? C അച്യുതമേനോൻ. നമ്മൾ C അച്യുതമേനോനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കേരള CM ആരാണ്? കാലാവധി പൂർത്തിയാക്കിയ ആകെ 6 CMകളെ കേരളത്തിലുള്ളൂ. 6 മന്ത്രിമാർ മാത്രമേ, 6 മുഖ്യമന്ത്രിമാർ മാത്രമാണ് എന്ത് ചെയ്തത്? കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കി 5 വർഷം തുടർച്ചയായിട്ട് ഇരുന്ന് ഭരിച്ചിട്ടുള്ളൂ. അതിനകത്ത് ആദ്യത്തെ ആളാണ് C അച്യുതമേനോൻ. ഓക്കെ, ഇദ്ദേഹം 2 തവണ അടുപ്പിച്ച് 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? CM ആയിരുന്നിട്ടുണ്ട്. 5ാമത്തെ 6ാമത്തെ മന്ത്രിസഭകളുടെ തലവനാണ്. 1969-70. 1969 വരെ ആരായിരുന്നു? 1904ാമത്തെ മന്ത്രിസഭ പിന്നെയും EMS മന്ത്രിസഭയാണ്. അത് 1967 മുതൽ 69 വരെ. 69 അത് തീരാണ്. അപ്പോൾ 69 എന്ത് ചെയ്യാണ്? 69 C അച്യുതമേനോൻ വരെയും 70 വരെ ഭരിക്കുകയും ചെയ്തു. 70 മുതൽ 77 വരെ ആര് ഭരിച്ചു? പിന്നെയും C അച്യുതമേനോൻ തന്നെയാണ് ഭരിച്ചത്. ഈ 70-77 കാലഘട്ടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് കാലഘട്ടമാണ്. കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ഒരു നമ്മുടെ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് 1970 മുതൽ 77 വരെയാണ് ഈ C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നത്. നിയമസഭാ അംഗം അല്ലാതെ CM ആയ ഫസ്റ്റ് വ്യക്തിയാണ്. അതായത് ഇദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു, നിയമസഭാംഗം അല്ലായിരുന്നു C അച്യുതമേനോൻ. അദ്ദേഹം അങ്ങനെ നിയമസഭാംഗം മാത്രമായിരുന്നിട്ട് അല്ല, അദ്ദേഹം നിയമസഭാംഗം അല്ലാതിരുന്നു, എന്നിട്ടും അദ്ദേഹം CM ആയി. അങ്ങനത്തെ ആദ്യത്തെ വ്യക്തിയാണ് C അച്യുതമേനോൻ. ഓക്കെ, തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ഫസ്റ്റ് വ്യക്തിയാണ്. തുടർച്ചയായും മുഖ്യമന്ത്രിയായി പിന്നീട് ഉണ്ട്, കരുണാകരൻ നായനാരൊക്കെ ഉണ്ട്, പിന്നെ ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ. പക്ഷേ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ഫസ്റ്റത്തെ വ്യക്തിയാണ് C അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച CM. നോക്കൂ, ഇതിനകത്ത് നമ്മൾ പഠിച്ചു ആരെയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനകത്ത് പഠിച്ചതാരാ? R ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ CM. പക്ഷേ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ ആളാരാണ്? അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ CM ആരാണ്? വിശ്വാസ പ്രമേയം കേട്ടോ. അതായത് ഈ മന്ത്രിസഭയിൽ ഇപ്പോഴും എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിനൊന്ന് എന്താ പറയുക, ഉറപ്പിക്കുകയാണ് ഈ വിശ്വാസ പ്രമേയത്തോട് ചെയ്തത്. അപ്പോൾ അവിശ്വാസ പ്രമേയമല്ല, വിശ്വാസ പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? CM. അവിശ്വാസ പ്രമേയം ശരിക്കും ഭരിക്കുന്ന പാർട്ടിയല്ല അവതരിപ്പിക്കുക, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് അത് അവതരിപ്പിക്കുക. മറിച്ച് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച ആരാണ്? CM ആയിരുന്നു. ആര്? C അച്യുതമേനോൻ. ഇനി 1975 അടിയന്തരാവസ്ഥ കാലത്ത് CM ആയിരുന്നു ആര്? C അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം, അതായത് ജോലി ചെയ്തില്ലെങ്കിൽ കൂലി ലഭിക്കില്ല, ചുമ്മാ നോക്കുന്നതിൻ്റെ പേരിലൊന്നും കൂലി ലഭിക്കില്ല, ജോലി ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടില്ല, അതായത് ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന CM ആരാണ്? അച്യുതമേനോൻ ആണ്. 2013 തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2013 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു C അച്യുതമേനോൻ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോയുടെ അവസാനമായി. നമ്മളിനി ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് പൂർത്തിയാക്കും. അപ്പോൾ ഇതിക്ക് മുന്നത്തെ നമ്മുടെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റും അതിക്ക് മുന്നത്തെ തിരുവിതാംകൂർ ചരിത്രവും അതിക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കേരളത്തിലെ വിദേശ ആധിപത്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണാം. അതല്ലാതെ ചുമ്മാ ഒരു വീഡിയോ കണ്ടു പിന്നെ വേറെ എന്തെങ്കിലും കണ്ടു, അതായിട്ട് കണക്റ്റ് ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്ന് കണ്ടു, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും എല്ലാം കൂടി ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കമൻറ്റുകളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലിടുക. കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ബൈ.